മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസം അമ്മമാർ അടുക്കളയിൽ ഓട്ടടാ ഓട്ടമായിരിക്കും അല്ലേ. രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ ചോറും ഒക്കെ ഉണ്ടാക്കി സമയത്തിന് ഒരുക്കി അവരെ സ്കൂളിൽ വിടണ്ടേ. അതിന്റെ കൂടെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്ന ദിവസം കൂടെ ആണെങ്കിൽ പിന്നെ ശ്വാസം വിടാൻ നേരം കിട്ടത്തില്ല. രാവിലെ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് ഗ്രീൻ പീസ് ഒക്കെ ഞാൻ തലേ ദിവസമേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് ക്യാരറ്റും കിഴങ്ങും ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും ഒരു പച്ചമുളകും ഇട്ടിട്ട് ഗ്രീൻ പീസ് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. അതങ്ങോട്ട് വേഗം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ പോലും വെച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ തോരന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് തോരൻ മതിയല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ. സാധാരണ ഞാൻ തലേദിവസം അരിഞ്ഞ് വെക്കാറുള്ളതാണ്. തലേദിവസം സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ അരിയേണ്ടി വന്നത്. അങ്ങനെ ബീൻസും ക്യാരറ്റും അരിഞ്ഞ് സവോളയും പിന്നെ കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ഞാൻ വേണ്ടിയിട്ട് അത് തോരൻ അടുപ്പയിലോട്ട് അങ്ങ് വെച്ചു. എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ കുക്കറിൽ ഞാൻ ചോറ് വെക്കാറുള്ളത്. കാരണം കുക്കറിൽ എന്തെങ്കിലും വേവിക്കാനുണ്ടെങ്കിൽ അത് ആദ്യം അങ്ങ് വേവിച്ച് മാറ്റി വെക്കും. അങ്ങനെ ചോറും വേഗം അടുപ്പയിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് കുറച്ച് സവോളയും തക്കാളിയും കൂടെ കടുക് വറുത്ത് വഴറ്റിയിട്ട് മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അതും കൂടെ അങ്ങ് ആക്കി എടുത്തു. ആ ഒരു സമയം കൂടെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കൂടെ അങ്ങ് ഊറ്റി വെച്ചു. അതിനിടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി മാവ് കൂടെ കുഴച്ചിട്ട് 2 ചപ്പാത്തി മോന് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോകാനായിട്ട് തോരനും തലേദിവസം മോരുകറിയും കൂടെ വെച്ച് അങ്ങനെ മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ടേ.